സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളിൽ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ തുറക്കുന്നതിന്റെയും മഴക്കാലം എത്തുന്നതിന്റെയും മുന്നോടിയായാണ് പരിശോധന. കോഴിക്കോടാണ് സംസ്ഥാനത്തെ ആദ്യ പരിശോധനയ്ക്ക് തുടക്കമിട്ടത്. പുതിയ അധ്യയന വർഷവും മഴക്കാലവും എത്തുന്നതിന് മുൻപ് തന്നെ ബസ്സുകളുടെ ക്ഷമത പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങിയത്. പോലീസിന്റെ സഹകരണത്തോടെയാണ് പരിശോധന നടത്തിയത്. സംസ്ഥാന തലത്തിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു ആദ്യ പരിശോധന നടന്നത്. പരിശോധനയിൽ ബസ്സുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ചില ബസ്സുകളിൽ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചതായും മറ്റു ചില ബസ്സുകളിൽ സ്ത്രീകളുടെയും മുതിർന്ന പൗരന്മാരുടെയും സീറ്റുകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കണ്ടെത്തി. ബസ്സുകളുടെ ലൈറ്റുകൾ, സീറ്റുകൾ, ടയറുകൾ തുടങ്ങിയവയുടെ ക്ഷമതയും പരിശോധിച്ചു. പരിശോധനയുടെ ആദ്യ ദിനമായതിനാൽ ക്രമക്കേടുകൾ കണ്ടെത്തിയവർക്ക് താക്കീതാണ് നൽകിയത്. അത്തരം ബസ്സുകൾ പൂർണ്ണക്ഷമതയോടെ അടുത്ത ദിവസം നേരിട്ട് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയതായി കോഴിക്കോട് RTO PR സുരേഷ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പ്രീ മൺസൂൺ ചെക്കിംഗ് ആണ്, ഇത് എല്ലാ വർഷവും നടത്തുന്നതാണ്. മഴ പെട്ടെന്ന് പെയ്യുമ്പോൾ ഒരു കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ഒരു ഡ്രൈവിംഗ് മെത്തേഡിൽ ചേഞ്ച്, അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും, പിന്നെ വണ്ടികൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ, ബ്രേക്ക്, ലൈറ്റ് നന്നായിരിക്കണം, വൈപ്പർ, അങ്ങനെ ചെറിയ കാര്യങ്ങൾ. പിന്നെ വണ്ടിക്ക് ചോർച്ചയുണ്ടോ നമ്മൾ ഈ സമയത്ത് നോക്കും, പ്ലാറ്റ്ഫോമിൻ്റെ തകരാറുണ്ടോ നോക്കും. സ്കൂൾ വർഷം തുടങ്ങുകയാണല്ലോ, അപ്പോൾ കുട്ടികളുടെ ഒരു വരവുണ്ട്. വരും ദിവസങ്ങളിലും പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന കർശനമാക്കുമെന്ന് കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസ് ACP AJ ജോൺസണും വ്യക്തമാക്കി. പോലീസ് അതുപോലെ RTO ഭാഗത്തുനിന്നും കൂടാതെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു സഹായം, കൂട്ടായ ഒരു സമൂഹത്തിൻ്റെ ഒരു സംരക്ഷണം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഗ്രൂപ്പുകൾ പോലീസ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. RTOയുടെ നേതൃത്വത്തിൽ കുറേ മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ സമൂഹം കൂടി അതിൽ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. വാഹനങ്ങൾ ഓടിക്കുന്നവർക്കുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഘുലേഖകളും വിതരണം ചെയ്തു. സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളെ കയറ്റുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ബസ്സുകൾക്ക് നേരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും മോട്ടോർ വാഹന വകുപ്പും പോലീസും നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ബസ്സുകളുടെ ക്ഷമതാ പരിശോധന തുടരും. തുടർച്ചയായി ക്രമക്കേടുകൾ കാണിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റും ഫിറ്റ്നസും റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനും ആലോചനയുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.